സ്നേഹനിധികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂഫി വീക്ഷണത്തിൽ അല്ലെങ്കിൽ സൂഫി ആധ്യാത്മ ദർശനത്തിൽ എങ്ങനെയാണ് ശരീഅത്തിനെ മനസ്സിലാക്കേണ്ടത്, ത്വരീഖത്തിനെ മനസ്സിലാക്കേണ്ടത്, ശരീഅത്തിൻ്റെ ആന്തരാർത്ഥമെന്ത്, അതിൻ്റെ ഉൾപ്പൊരുളെന്ത്, അതുപോലെ തന്നെ ത്വരീഖത്തിൻ്റെ ആന്തരാർത്ഥവും ഉൾപ്പൊരുളും എന്തെന്ന് സംസാരിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയായിരുന്നു. ഒരു ഉപമാ കഥയിലൂടെ നാം അത് പറഞ്ഞു. മരുഭൂമിയിൽ ഉദ്യാനം തീർത്ത പരിശുദ്ധ പ്രവാചകനെക്കുറിച്ച്. അതിൻ്റെ മുൾവേലികളിലൂടെ പുറത്തു നിന്ന് പാകപ്പെടുത്തുന്ന രീതിശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പാകപ്പെട്ട ഹൃദയങ്ങളെ ആ ഉദ്യാന വഴികളിലൂടെ വഴി നടത്തുന്ന ആധ്യാത്മപാതയെക്കുറിച്ച്, അതിലേക്ക് ഉണർന്നെത്തുന്ന അനുരാഗികളുടെയും ആത്മാന്വേഷികളുടെയും പ്രയാണ വഴിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പല വഴികളിലൂടെ ചെന്നെത്തുന്നതൊരേ ലക്ഷ്യത്തിലാണെന്ന്, ഒരേ പൊരുളിലാണെന്ന്, ഒരേ പരമ്പൊരുളിലേക്കുള്ള വൈവിധ്യമാർന്ന വഴികളാണ് സർവവിധ ആധ്യാത്മപാതകളുമെന്ന് നമ്മൾ തെളിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് എന്താണ് ഹഖീഖത്ത് എന്നതാണ്. ഹഖീഖത്ത് എന്നാൽ ആ പരമ്പൊരുളാണ്, ആ പരമയാഥാർത്ഥ്യത്തെയാണ്, അൽ ഹക്കിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ അൽ ഹക്കിൻ്റെ പ്രകാശനമാണ്, അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. എപ്പോഴാണോ ഒരു അന്വേഷി അവൻ ആ മുൾവേലിക്കിപ്പുറത്ത് നിന്ന് പാകപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരിപാകമാകുമ്പോൾ അവൻ ആധ്യാത്മപാതകളിലേക്ക് എത്തപ്പെടുന്നു. അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അവൻ അവസ്ഥകളിലേക്ക് എത്തുന്നു. അവൻ്റെ അഹ്വാലുകളിൽ, അവൻ്റെ ആത്മാവസ്ഥകളിൽ വ്യത്യാസമുണ്ടാവുകയും പല പല ഘട്ടങ്ങളിലൂടെ, മഖാമുകളിലൂടെ, പല സ്റ്റേജിലൂടെ, പല അവസ്ഥകളിലൂടെ, പല സ്റ്റേറ്റിലൂടെ, പല അഹ്വാലുകളിലൂടെ അവൻ്റെ യാത്ര തുടരുകയും ആ തുടർ യാത്ര അവനെ കൊണ്ടെത്തിക്കുന്ന ഇടമുണ്ട്. ആ കൊണ്ടെത്തിക്കുന്ന ഇടം ആ സാക്ഷ്യത്തിൻ്റെ ഇടമാണ്. അവിടെയാണ് ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ പരിപൂർണ സാക്ഷ്യത്തിൻ്റെ ഇടത്തിലേക്ക് അവൻ ചെന്നെത്തുന്നത്. അവിടെ അവൻ സാക്ഷിയാകുന്നു, അവൻ തെളിഞ്ഞു കാണുന്നു. അവൻ്റെ ഉള്ളിലെ, അവൻ്റെ ആത്മബോധമാകുന്ന ആ കണ്ണാടി പരമപരിശുദ്ധമാക്കുമ്പോൾ, അത് പൂർണ്ണമായും സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ ആ കണ്ണാടിയിൽ തെളിയുന്നു. ആ തെളിയുന്നത് അവൻ്റെ ആത്മസൗന്ദര്യ രഹസ്യമാണ്, അവൻ്റെ ആത്മപ്രകാശനമാണ്. അതാണ് നമ്മൾ ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന ഘട്ടത്തിൽ നിന്ന് ഈമാൻ എന്ന ഘട്ടത്തിലൂടെ ഇഹ്സാൻ എന്ന ഘട്ടത്തിലേക്കുള്ള ആ പ്രയാണം, ആ ഇഹ്സാനിൽ അവൻ ആത്മസൗന്ദര്യ പ്രകാശനമായി ആ കണ്ണാടിയിൽ അവൻ തെളിഞ്ഞു കാണുകയാണ്. ആരെയാണ് കാണുന്നത് എന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി പറഞ്ഞത്, എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് നിന്നെ ഒരിക്കലും കാണാൻ സാധ്യമല്ല, നിൻ്റെ കണ്ണുകൾ കൊണ്ടല്ലാതെ. ആ സാക്ഷ്യവും സാക്ഷിയും ഒന്നാകുന്ന പരമ്പൊരുളിൻ്റെ ആത്മാവസ്ഥയെയാണ് നമ്മൾ ഹഖീഖത്ത് എന്ന് പറയുന്നത്. അവിടെ രണ്ടില്ലാത്ത പൂർണ്ണമായ നിശൂന്യത, ആത്മനാശത്തിൻ്റെ സമ്പൂർണാവസ്ഥയിൽ മാത്രമാണ് ഒരാൾക്കത് വെളിപ്പെടുക. അവിടെ മാത്രമാണ് ആ തൻ്റെ ആപേക്ഷികമായ ക്ഷണികമായ ഞാൻ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുമ്പോൾ
അതിനെയാണ് സൂഫികൾ ഫനാ എന്ന് പറയുന്നത്. ആ ഫനാവിൽ, ആ ആത്മനാശത്തിൽ, ആ പൂർണ്ണമായും ഇല്ലാതാകുന്ന ആ നാശത്തിൽ പിന്നെ ഉള്ളത് മാത്രം ബാക്കിയാകുന്നു. ആ ഉരുക്കപ്പെടുമ്പോൾ ആ ചെമ്പ് മുഴുവനും കത്തിത്തീരുകയും സ്വർണം മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നു. അവിടെ ആ സ്വർണത്തെ തന്നെ തെളിഞ്ഞ് കാണുന്നതിനെയാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അതൊരു തെളിച്ചമാണ്. അവിടെ ഇല്ലാത്തതത്രയും ഇല്ലാത്ത സകലതും നശിച്ചു പോകുന്നതാണ്. കുല്ലുമൻ അലൈഹ ഫാൻ വയബഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അവിടെ ബാക്കിയാകുന്നത് ആ അൽ ഹഖ് മാത്രമാണ്, ആ വജ്ഹ് മാത്രമാണ്, ആ വുജൂദ് മാത്രമാണ്. ആ അൽ വുജൂദ് എന്ന ആ പരമമായ ഉണ്മ, ആ ഉണ്മ തന്നെ പ്രകാശിതമാക്കുന്നതാണ്. ആ സ്വയം പ്രകാശനം കൊള്ളുന്നതിനെയാണ് നമ്മൾ ഹഖീഖത്ത് എന്ന് പറയുന്നത്. ആ പ്രകാശനത്തിന് വേണ്ടിയാണ് സകലതും. ഈ സൃഷ്ടിപ്രപഞ്ചമത്രയും അവനെ തന്നെ ദർശിക്കാനാണ്, അവനെ തന്നെ അനുഭവിക്കാനാണ്. ആ അനുഭവധാരയെയാണ്, ആ ആത്മാനുഭവത്തെയാണ് ഏറ്റവും സൃഷ്ടിയുന്മുഖമായ, ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള, ഏറ്റവും സർഗാത്മകമായ ആ സൃഷ്ടിപരതയുടെ പരകോടി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഇടമാണ് ഹഖീഖത്ത് എന്നത്. അവൻ്റെ തന്നെ സാധ്യതയുടെ മൂർത്തിമത് ഭാവത്തെ പൂർണ്ണമായി അനുഭവിക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ സാധ്യത എന്നത്, അവൻ്റെ വിത്തിലിരിക്കുന്നത് ആ ദൈവികതയുടെ ബീജമാണ്, ആ നൂറാണ്. എല്ലാം എൻ്റെ നൂറിൽ നിന്നാണ്, ഞാനോ അവൻ്റെ നൂറിൽ നിന്നും. അന മിന്നൂരില്ല കുല്ലുഹും മിന്നൂരി എന്ന് പറഞ്ഞത്. ഞാൻ അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നാണ്. ആ നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ സാധ്യത, ആ നൂറെന്താണ്? ആ നൂറെന്നത് ആ അള്ളാഹുവിൻ്റെ നൂറാണ്. ആ നൂറിൽ ഉരുവം കൊള്ളുന്നത്, അതിൽ ബീജാവാപം നൽകിയിരിക്കുന്നത് എന്തിനാണോ അത് തന്നെ സമ്പൂർണ്ണമായി പ്രത്യക്ഷമാകുന്നതിനെയാണ്. അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ആ പൂർണ്ണമായും ആ പരമ്പൊരുൾ പ്രകാശിതമാകുന്നതിനെയാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അതൊരു മനുഷ്യൻ അവൻ്റെ സഞ്ചാര വഴികളിൽ, അവൻ്റെ ആത്മാനുഭവത്തിൽ, അവൻ്റെ ആനന്ദാനുഭവത്തിൽ അവൻ പൂർണ്ണമായി അറിയേണ്ടതാണ്. ആ അനുഭവത്തിലൂടെ മാത്രമേ ആ ഹഖീഖത്തിനെ പുണരാൻ സാധ്യമാവുകയുള്ളൂ. അതൊരനന്തമായ ആശ്ലേഷമാണ്. ആ ആശ്ലേഷത്തിൽ സ്വയം അറിയണമെങ്കിൽ, സ്വയം തിരിച്ചറിയണമെങ്കിൽ, ആ കണ്ണാടിയിൽ തെളിയുമ്പോൾ ആ തെളിയുന്ന അവസ്ഥയിൽ താൻ എന്തെന്നറിയുന്ന അവസ്ഥ, അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരന്വേഷിയുടെ ഹൂ ആം ഐ, ഞാൻ ആരെന്ന ചോദ്യത്തിൻ്റെ സാർത്ഥകമായ ഉത്തരം സഫലമായി തെളിയുന്നത്, അവൻ്റെ അകത്ത് തെളിയുന്നത്. ഓരോ മനുഷ്യനും, അന്വേഷിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെ വിരഹത്തിൻ്റെ, അവൻ്റെ ഉള്ളിലുള്ള ആ വേപ്പതു, ആ വിരഹാർദ്രമായ നോവ്, ആ നോവിൽ നിന്നാണ് അവൻ അന്വേഷിയാകുന്നത്. അന്വേഷിയെ പാകപ്പെടുത്തുന്ന ഇടത്തെയാണ് നമ്മൾ ശരീഅത്ത് എന്ന് പറയുന്നത്. അവൻ പാകപ്പെടുമ്പോൾ അവൻ ആ പാകപ്പെട്ട് കഴിഞ്ഞാലും അവൻ അവിടെ തന്നെ നിലകൊള്ളാൻ സാധ്യമല്ല. ആ പാകപ്പെട്ട് കഴിയുന്നത്, അവൻ പാകപ്പെടുന്നത് എന്തിനാണ്? അവന് അവിടെ നിന്ന് മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട്. അവൻ്റെ ആന്തരികമായ അവൻ്റെ അന്തസ്സംഘർഷങ്ങളുണ്ട്. എവിടെയോ ഏതൊന്നിനോ വന്നെത്തി മറ്റെവിടെയോ തിരിഞ്ഞ് ജീവിതം നഷ്ടമായി പോകുന്നതിനെക്കുറിച്ചുള്ള ഒരാകുലതയും അതിൻ്റെ അസ്വസ്ഥതയും അവനുണ്ട്.
ആകുലതയും അസ്വസ്ഥതയും ഉള്ളവനാണ് അതിനപ്പുറത്തേക്കുള്ള ഉദ്യാന വഴികളിലേക്ക് ആ മുൾവേലി കടന്ന് അടുത്ത് പ്രവേശിക്കുകയും അതിനപ്പുറത്തേക്കുള്ള ആന്തരിക യാഥാർത്ഥ്യത്തിലേക്ക് ആ സമ്പൂർണമായ പരമ്പൊരുളിലേക്ക് അണയാൻ അവിടേക്ക് വഴി അറിയുന്ന ആ ഗുരുപ്രകാശത്തെ തിരയുകയും ചെയ്യുന്നത്. ആ ഗുരുപ്രകാശമേതോ, ആ ഗുരുവഴി ഏതോ, അതിലെ പൂർണ്ണ സമർപ്പണത്തോടെ മുന്നോട്ട് ഗമിക്കുന്നവനാണ് യഥാർത്ഥ അന്വേഷി. അവനാണ് യഥാർത്ഥ അനുരാഗി. ആ അനുരാഗി തീർച്ചയായും ആ ഗുരുപ്രകാശത്തിലൂടെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ നടന്ന് ചെന്നെത്തുന്നത് തന്നെ തന്നെ അറിയുന്ന, തൻ്റെ സ്വത്വത്തെ അറിഞ്ഞവൻ റബ്ബിനെ അറിഞ്ഞു എന്ന് പറയുന്നു. ആ സ്വത്വത്തെ അറിയുന്ന വഴിത്താരയിലൂടെ പൂർണ്ണമായും കടന്ന് പൂർണ്ണതയിലെത്തുമ്പോൾ ആ സമ്പൂർണതയിൽ അവൻ തന്നിലെ റബ്ബിനെ തന്നെ പുണർന്നറിയുകയാണ്. ആ ഹക്കിനെ, തന്നിലെ ഹക്കിനെ, മറ്റെവിടെയുമുള്ള ഹക്കിനെ ആർക്കും അറിയാൻ സാധ്യമല്ല. ഹക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ലോകം എന്നത് അവൻ്റെ അന്തരാത്മാവിലാണ്. ആ അന്തരാത്മാവിലുള്ള ആ പ്രപഞ്ചമാണ് അവൻ്റെ ജീവിതം, പ്രപഞ്ചം, ലോകം, സർവവും അതാണ്. അവൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോഴോ അവൻ്റെ ലോകം അവസാനിക്കുന്നു. എന്നാൽ അവനായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ചുറ്റുമുള്ള ലോകം അത്രയും അവസാനിക്കുന്ന ഒരു ഖിയാമത്തുണ്ട്. ആ ഖിയാമത്തിലൂടെയാണ് അവൻ ആ ഫനായിലെത്തുന്നത്. ആ ഫനായിലെത്തുമ്പോൾ ആ ഖിയാമത്തിൽ, തൻ്റെ ഖിയാമത്തിൽ അവൻ മൂത്തു ഖബ്ല അൻ തമൂത്തു എന്ന് പറയുന്ന, മരണത്തിന് മുമ്പേ മരിക്കുന്ന ആ ഫനായിൽ, ആ ആത്മനാശത്തിലൂടെ, ആ വിലയനത്തിലൂടെ അവൻ പൊരുളിലെത്തുകയാണ്. അവിടെയാണ് അവൻ പൊരുളറിയുന്നത്, തൻ്റെ തന്നെ ആത്മരഹസ്യത്തെ അറിയുന്നത്, തൻ്റെ സിറിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് അവൻ്റെ നിഗൂഢമായ ആന്തരിക ലോകങ്ങളെ അവൻ വിസ്മയത്തോടെ കണ്ടെത്തുന്നത്. അവൻ്റെ അഖ്ഫയും ഖഫിയുമെല്ലാം, അവൻ്റെ അസ്രാറുകൾ അത്രയും അവനെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴിത്താര അതാണ്. അവിടെയാണ് ഹഖീഖത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്നത്. ആ അനുരാഗി പ്രണയഭാജനത്തിന് മുന്നിൽ സമ്പൂർണമായി ദൃശ്യമാകുമ്പോൾ ഒടുവിൽ അനുരാഗിയില്ല. അനുരാഗിയെ തിരഞ്ഞ് വന്നെത്തിയ പ്രണയഭാജനം മാത്രമാണുള്ളത്. അനുരാഗിക്കത് എവിടെയോ തോന്നിയതാണ്, താനാണ് തിരയുന്നതെന്ന്. താനല്ല തിരഞ്ഞതെന്ന്, തൻ്റെ ഉള്ളിലുള്ള ഈ ദാഹമത്രയും, ഈ മോഹമത്രയും, ഈ വല്ലാത്ത തിടുക്കമത്രയും അവൻ്റെ തിടുക്കമായിരുന്നു. ആ പരമ്പൊരുളായ നാഥൻ്റെ തിടുക്കമാണ് തന്നെ ഇങ്ങനെ ആകർഷിച്ച് അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ കൊണ്ടെത്തിക്കുന്നത് അതിലൂടെ, ആ പരമ്പൊരുൾ, ഈ ദേഹത്തിലൂടെ, ഈ അനുരാഗിയുടെ ആത്മസ്വത്വത്തിലൂടെ തന്നെ അറിയുന്ന, തന്നെ അനുഭവിക്കുന്ന ആത്മപ്രകാശനമാണ്, ആ പരമ്പൊരുൾ പ്രകാശനമാണ് ഹഖീഖത്തിൽ ചെന്നെത്തിയ ഏതൊരു മനുഷ്യനും അനുഭവിക്കാനുള്ളത്. അവിടെ അവൻ്റെ പൂർണ്ണതയെ അറിയുന്നു, അവൻ്റെ പ്രകാശത്തെ പുണരുന്നു, തൻ്റെ തന്നെ നൂറിനെ അനുഭവിച്ചറിയുന്നു. അവിടെയാണ് ആ ദൈവികത പൂർണ്ണമായും വിരിഞ്ഞെത്തുന്നത്. സഹസ്രദല പത്മമായി തൻ്റെ ഉള്ളിലെ ആ താമര വിടർന്ന് വിരിഞ്ഞ് നിലകൊള്ളുന്നത് അവിടെയാണ്. അവിടെ ഭേദങ്ങളില്ല. എല്ലാ ഭേദങ്ങൾക്കും അതീതമായ ആ ആത്മസ്വത്വത്തെ, ആത്മസത്തിനെ അവൻ തന്നിലൂടെ, തൻ്റെ ആന്തരിക ലോകത്തിലൂടെ അനുഭവിച്ചറിയുകയാണ്. ആ പ്രകാശത്തെ സർവ്വമറകളും നീക്കപ്പെടുന്ന, നിരന്തരം സൂഫികൾ പറയുന്ന 70,000 മറകൾ, നീ തന്നെ നിൻ്റെ മറയായിരിക്കുന്ന, നിന്നേക്കാൾ വലിയൊരു മറ നിനക്കില്ല. നീയാണ് ഏറ്റവും വലിയ മറ. നീ എന്ന നിൻ്റെ സ്വത്വമാണ് മറ. ഹേ ഹാഫിസ്, നീ തന്നെ നിൻ്റെ മറയെന്ന് സ്വയം പാടിപ്പറഞ്ഞ ഹാഫിസിനെ പോലെ, ഹാഫിസ് ഷിറാസി. ആ മറ നീക്കപ്പെടുന്ന
സർവമറകളും പൂർണ്ണമായും വിപാടനം ചെയ്യപ്പെടുന്ന അനുഭവാവസ്ഥയിലാണ് ഹഖീഖത്തിനെ ഒരന്വേഷി അനുഭവിച്ചറിയുന്നത്. അതുവരെ അവൻ വഴിയിലാണ്, യാത്രയിലാണ്, അവൻ പ്രയാണത്തിലാണ്. ആ പ്രയാണപൂർണ്ണത അവൻ അനുഭവസ്ഥമാക്കുന്നത് ആ ഹഖീഖത്തിൻ്റെ വെളിപാടിലൂടെയാണ്, വെളിപ്പെടലിലൂടെയാണ്. ആ വെളിപ്പെടലിലേക്ക്, ആ കണ്ണാടി ദൃശ്യമാകും വരെ തൻ്റെ ഉള്ളിലെ ആത്മദർപ്പണം അത്രയും സമ്പൂർണമായും സുശിക്ഷിതമായി അതിങ്ങനെ ഉരസി അത് സ്ഫുടം ചെയ്തെടുക്കുന്നു. മൗലാന റൂമി ഈ കണ്ണാടിയെക്കുറിച്ച് ആയിനെ ഹക്ക് എന്നത്, ആ കണ്ണാടി ഹക്കിൻ്റെ കണ്ണാടി, ആ കണ്ണാടിയിലൂടെ താൻ തൻ്റെ തന്നെ പൊരുളിനെ അറിയുകയാണ്. അവിടെ താൻ തൻ്റെ പൊരുളിനെ അറിയുകയല്ല, തന്നിലൂടെ ആ പരമമായത് സ്വയം അനുഭവിക്കുകയാണ്. താനെന്നതൊരു ഉപാധി മാത്രമാണെന്ന്, ഒരു ഉപകരണം മാത്രമാണെന്ന്, തന്നിലൂടെ അറിയുന്നതത്രയും താനല്ല എന്നറിയുന്ന അറിവ്. ആ അറിവിനപ്പുറം അതിൻ്റെ ആത്മാനുഭവം, ആ ആത്മാനുഭവത്തിൻ്റെ ആ രാഗമൂർച്ചയിൽ സ്വയം അലിഞ്ഞില്ലാതാകുന്ന ആ പ്രണയ വാഴ്വിൻ്റെ ആ അത്യഗാധമായ അനുഭവാത്മകത, ഇതെല്ലാം ഈ ഹഖീഖിയായ ഈ പരമയാഥാർത്ഥ്യത്തിൻ്റെ, അൽ ഹക്കിനെ പുണരുന്ന ഹഖീഖത്തിൻ്റെ ആ പ്രകാശനത്തിൻ്റെ, ആ സമ്പൂർണമായ പരമ്പൊരുൾ പ്രകാശനമാണ്. ആ പ്രകാശനം അറിയുമ്പോൾ അതുവരെയില്ലാത്ത ആനന്ദത്തിൽ, അതുവരെയില്ലാത്ത ആത്മാനുഭൂതിയിൽ അവനിങ്ങനെ ആ ദൈവികതയെ അനുഭവിച്ച് മുന്നോട്ട് ഗമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ അനുഭവിക്കുമ്പോൾ, ആ ഹഖീഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനു മുമ്പുള്ള ഇടങ്ങളെല്ലാം, ആ ഘട്ടങ്ങളെല്ലാം കടന്നു പോകേണ്ട കൽപ്പടവുകൾ മാത്രമാണെന്ന് അവർ തിരിച്ചറിയുകയും ആ ഹഖീഖത്തിൻ്റെ ആനന്ദാനുഭവത്തിൽ, അതിൻ്റെ ആത്മാവസ്ഥയിൽ ആ പൊരുളറിഞ്ഞ് ആ ജീവിതത്തിൻ്റെ രഹസ്യം അറിയുകയും ചെയ്യുന്നു. ആ രഹസ്യത്തിലേക്ക്, ആ സിറിലേക്കുള്ള വഴിയാണ് ഈ ഗുരു പരമ്പര. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ എന്ന് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്. ആ ജ്ഞാനപ്രകാശം അനുഭവിച്ച, ആ ജ്ഞാനപ്രകാശം അകമേ അനുഭവിച്ച ആ വിദ്യയുടെ, ആ ആത്മജ്ഞാനത്തിൻ്റെ, ആ മദീനത്തുൽ ഇൽമ അൽ ഇൽമ, ആ ആത്മജ്ഞാനത്തിൻ്റെ നഗരിയാണ്. ആ നഗരിയിലേക്കുള്ള കവാടമെന്നത് ആ മഹാഗുരുവായ ഹസ്രത്ത് അലിയാണ്. ആ ഗുരുവിലൂടെയാണ് ആ വഴി, ആ നഗരിയിലേക്കുള്ള, ആ ഉദ്യാനപൂർണ്ണതയിലേക്കുള്ള, ആ ഉദ്യാന നഗരിയിലേക്കുള്ള വഴി, ആ പരിശുദ്ധ പ്രവാചകൻ തീർത്ത ഉദ്യാനത്തിലേക്കുള്ള വഴി എന്നത് അലിയാണ്. അതാണ് ഗുരു. ആ ഗുരു വഴിയിലൂടെയാണ് ആ ഉദ്യാനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക്, ആ മഹാ ഉദ്യാനത്തിൻ്റെ കേന്ദ്രത്തിലേക്കുള്ള വഴി ഹസ്രത്ത് അലിയിലൂടെയാണ്, ആ ഗുരു പരമ്പരയിലൂടെയാണ്. അങ്ങനെ കടന്നെത്തി ആ റസൂലിനെ സ്വയം അനുഭവിച്ചറിയുമ്പോൾ, തന്നിൽ തന്നെയുള്ള റസൂലിനെ അറിയുമ്പോൾ, അതിൻ്റെ റഹ്മത്തിനെ അറിയുമ്പോൾ, അതിൻ്റെ സാരാംശത്തെ അറിയുമ്പോൾ, അതിൻ്റെ പൊരുളറിയുമ്പോൾ അവൻ ആ ഹഖീഖത്തിനെ പുണർന്നറിയുന്നു, തൻ്റെ രഹസ്യത്തെ അറിയുന്നു, തൻ്റെ സാധ്യതയെ അറിയുന്നു മാനുഷികമായി. എന്നാലോ ആ ഫനാഇൻ്റെ ഇടത്തിലൂടെ താൻ സമ്പൂർണമായി നിഷ്പ്രഭമാകുന്ന, ആ നിഷ്പ്രഭമാവാൻ മാത്രം താൻ സമർപ്പിതനും സന്നദ്ധനുമായി പൂർണ്ണമായും വിധേയമാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ തെളിയുന്ന പ്രകാശമുണ്ട്. ആ നിഷ്പ്രഭമാകുമ്പോൾ എല്ലാ ഭാരങ്ങളും, എല്ലാ അഴുക്കുകളും ഹൃദയത്തിൽ നിന്ന് സമ്പൂർണമായി നീക്കപ്പെടുമ്പോൾ അത് വന്നെത്തുന്നു. ആ ദൈവികതയുടെ പൂർണ്ണപ്രകാശം തൻ്റെ മുന്നിൽ ആ പ്രകാശനം ചെയ്തുകൊണ്ട്, ആ പരമ്പൊരുൾ പ്രകാശനമായി വിടർന്നു വിരിഞ്ഞു നിലകൊള്ളുന്ന ആത്മാനുഭവത്തെയാണ്, ആ ആനന്ദാനുഭവത്തെയാണ്, ആ വജ്ഹ മാത്രം ബാക്കിയാക്കുന്ന ആ ദൈവികതയുടെ അത്യാനന്ദത്തിൻ്റെ ആനന്ദാനുഭവത്തെയാണ് നാം ഹഖീഖത്ത് എന്ന് പറയുന്നത്.
നമുക്ക് തുടരാം. സസ്നേഹം.